ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന ശാം സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ കഴിഞ്ഞ ഈ ക്വാർട്ടർ മുഴുവൻ, രണ്ടാമത്തെ ക്വാർട്ടർ ഏപ്രിൽ, മെയ്, ജൂൺ, ഈ 3 മാസക്കാലം വൻ പോരാട്ടം അല്ലെങ്കിൽ വൻ വിവാദം എന്ന് പറയുന്നതായ ഒരു വലിയ വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, 13ാമത്തെ പാഠം. ഇന്ന് പഠിക്കുന്ന പാഠത്തിൻ്റെ ഹെഡിങ് ദൈവസ്നേഹത്തിൻ്റെ വിജയം. ദൈവസ്നേഹത്തിൻ്റെ വിജയം. മനപ്പാഠവാക്യം വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 3-4 വാക്യങ്ങളാണ് മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 3-4 വാക്യങ്ങളാണ് നാം മനപ്പാഠവാക്യമായി പഠിക്കുന്നത്. പത്മോസിലെ യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ കാണുന്ന ഒരു വലിയ കാഴ്ച, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അല്ലേ? ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു, നാം ദൈവത്തിൻ്റെ ജനമായി തീരുന്നു, നമ്മുടെ ജീവിതത്തിലെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. എല്ലാം കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ആമുഖത്തിൽ പറയുന്നത്, പ്രതീക്ഷകൾ നിറഞ്ഞതായ ഒരു നല്ല മനസ്സോടെ നമുക്ക് ഭാവിയെ അഭിമുഖീകരിക്കാം എന്ന് ലേഖകൻ പറയുകയാണ്. പ്രതീക്ഷകൾ നിറഞ്ഞ നല്ല മനസ്സോടെ നമുക്ക് ഭാവിയെ അഭിമുഖീകരിക്കാം. കാരണം വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്തൊക്കെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ നാം സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, ഒരു നല്ല ദിവസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇവിടെ അമേരിക്കയിലെ പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അദ്ദേഹം 1933 മുതൽ 1945 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇവിടെ പറയുന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അമേരിക്കയെ ഭരിച്ചത്. പ്രത്യേകിച്ചും പോളിയോ ബാധിച്ച് അദ്ദേഹത്തിന് പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തളർന്നിരുന്നു കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഈ ചക്രവാളത്തിനപ്പുറം ഒരു മെച്ചപ്പെട്ട ജീവിതം ഞാൻ കാണുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് പറയുണ്ടായി. ഞാൻ ഈ ചക്രവാളത്തിനപ്പുറം ഒരു മെച്ചപ്പെട്ട ജീവിതം കാണുന്നു. കൂടാതെ വീണ്ടും സയൻറ്റിസ്റ്റായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്, ഇന്നലകളിൽ നിന്ന് നാം പഠിക്കുക, പഠിച്ചതിന് ശേഷം ഇന്നത്തേക്ക് നാം ജീവിക്കുക, നാളേക്കായി അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുക. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഭാവി കാലത്തെക്കുറിച്ചുള്ള ആപ്തവാക്യം. ഇന്നലകളിൽ നിന്ന് പഠിക്കുക, ഇന്നത്തേക്ക് ജീവിക്കുക, എന്നിട്ട് നാളത്തേക്ക് വേണ്ടി നാം പ്രതീക്ഷിക്കുക. കൂടാതെ വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചതായ ഒരു ഇംഗ്ലീഷ് കവിയുടെ പേര് പറയുന്നു, ആൽഫ്രഡ് ടെന്നീസൺ. ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് അറിയപ്പെടുന്ന ഒരു ജനപ്രിയ കവി ആൽഫ്രഡ് ടെന്നീസൺ പറയുന്നത്, ഞാൻ വരാനിരിക്കുന്ന വർഷത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് പ്രത്യാശ പുഞ്ചിരിക്കുന്ന കാഴ്ച കാണുന്നു എന്നിവിടെ പറയുകയാണ്. വരാനിരിക്കുന്ന വർഷത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഞാൻ പ്രത്യാശ പുഞ്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുവെന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവി ആൽഫ്രഡ് ടെന്നീസൺ പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ക്വാർട്ടർ നാം ഏപ്രിൽ, മെയ്, ജൂൺ, ഈ 3 മാസക്കാലം നാം പഠിച്ചത് വൻ പോരാട്ടമാണ്. പക്ഷേ ലാസ്റ്റ് പാഠത്തിൽ, 13ാമത്തെ പാഠത്തിൽ നാം പ്രധാനമായും പഠിക്കുന്നത് ഈ വൻ പോരാട്ടം, സ്വർഗത്തിൽ ആരംഭിച്ചതായ ഈ പോരാട്ടം, പിശാചും കർത്താവും തമ്മിലുള്ള, നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടം അവസാനിക്കുന്നു എന്നാണ് ഈ 13ാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്.
ഈ വൻ പോരാട്ടം അവസാനിക്കുന്നു. പാപവും പാപികളും ഇനി മേലാലില്ല. ഈ പോരാട്ടം തീരുമ്പോൾ, ഈ വൻ പോരാട്ടം തീരുമ്പോൾ പാപവും പാപികളും ഇനി മേലാലില്ല. ഭൂമിയിൽ മുഴുവനായി വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ഈ പോരാട്ടത്തിൽ, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മ വിജയിക്കുമെന്നും നമ്മുടെ കർത്താവിൻ്റെ ആ സ്നേഹം കാരണം, ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ വിജയം ഈ 13ാമത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ ദൈവസ്നേഹത്തിൻ്റെ വിജയം, ദൈവസ്നേഹത്തിലൂടെ ലഭിക്കുന്ന ആ വിജയം. പ്രത്യേകിച്ചും ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടിൻ്റെ പ്രവചനം നാം പഠിക്കുമ്പോൾ ഈ വെളിപാട് പ്രവചനം വ്യക്തമായി പറയുന്നത്, പ്രവചനം മനസ്സിലാക്കി തരുന്നത് അത് ഇന്നത്തേക്കുള്ളതാണ്. ഈ പ്രവചനത്തിലെ പല കാര്യങ്ങളും നാളത്തേക്കുള്ളതാണ്, അത് എന്നേക്കുമുള്ളതായ കാര്യമാണെന്ന് വെളിപാടിൻ്റെ പ്രവചനം നമ്മെ മനസ്സിലാക്കി തരുന്നു. ഈ വലിയ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് പ്രതിസന്ധിയിൽ പ്രത്യാശ. പ്രതിസന്ധിയിൽ പ്രത്യാശ. ആമുഖത്തിൽ ലേഖകൻ നമ്മോട് ചോദിക്കുന്നത്, രണ്ടാം വരവിന് തൊട്ട് മുമ്പ് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത്? കർത്താവിൻ്റെ രണ്ടാം വരവിന് തൊട്ടു മുമ്പ് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത്? വെളിപാടിൻ്റെ പ്രവചനം 22-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരുടെ പരിശോധന ന്യായവിധിക്ക് ശേഷം ഇവിടെ പറയുന്ന കാര്യങ്ങൾ, കൃപയുടെ കാലം അവസാനിക്കുമ്പോൾ, പരിശോധന ന്യായവിധി കഴിയുമ്പോൾ, കൃപയുടെ കാലം അവസാനിക്കുമ്പോൾ വെളിപാടുകാരൻ പറയുന്ന 22-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. എല്ലാവർക്കും അറിയുന്ന വചനമാണ്. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ എന്ത് ചെയ്യട്ടെ? വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നിവിടെ പറയുന്നു, അല്ലേ? കൂടാതെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ശാം സ്കൂൾ പാഠത്തിൽ തന്നെ പറയുന്നു, ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷിക്കപ്പെടും. പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇവിടെ പുസ്തകം എന്ന് പറയുന്നത് ജീവൻ്റെ പുസ്തകം, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ശാം സ്കൂൾ പാഠത്തിൽ പറയുന്നുണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പോൾ വലിയൊരു കഷ്ടകാലം കൃപയുടെ കാലം കഴിയുമ്പോൾ ഉണ്ടാകും എന്നിവിടെ പറയുന്നു. കൂടാതെ യെരമ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, യെരമ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെരമ്യാവ് പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. വീണ്ടും ചോദിക്കുന്നു, പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നത്, ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നതെന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പം ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, പരിശോധന ന്യായവിധി കഴിയുമ്പോൾ, കൃപയുടെ കാലം അവസാനിക്കുമ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇവിടുത്തെ സംഭവ വികാസം? ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു വലിയ കഷ്ടകാലം, അല്ലേ? പൊതുവെ നമ്മൾ പറയും പോലെ യാക്കോബിൻ്റെ കഷ്ടകാലം പോലെ ഒരു കഷ്ടകാലം ഉണ്ടാകും എന്നിവിടെ പറയുന്നു. മറിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും അതിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ശാം സ്കൂൾ പാഠത്തിൽ രണ്ടാമത് ചോദിക്കുന്നത്, ഈ വരുവാനിരിക്കുന്ന വലിയ ഈ ദുർഘട സമയത്ത് നാം എടുക്കേണ്ട തയ്യാറെടുപ്പ് എന്തൊക്കെയാണെന്ന് ഇവിടെ ചോദിക്കുന്നു. വരാനിരിക്കുന്ന ഈ ദുർഘട സമയങ്ങളിൽ ഒരു മക്കൾ എടുക്കേണ്ട തയ്യാറെടുപ്പ് എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നു. ഇവിടെ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ആരാകുന്നു? ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ
പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമക്കൾ എടുക്കേണ്ട തയ്യാറെടുപ്പിനെ കുറിച്ച് പറയുന്നു. ദുർഘട സമയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമക്കൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്നത് നാം ദൈവമക്കളാകുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അല്ലേ? ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അതുപോലെ നമ്മയും ദൈവമക്കളെയും അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരെ പോലെ സദൃശ്യന്മാരാകേണ്ടതിന് നാം ആകണം എന്ന് പറയുന്നു. കൂടാതെ ദൈവം നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും ആരായി മാറണം? നിർമ്മലനായി മാറണം, അല്ലേ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ഈ ദുർഘട സമയങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ എടുക്കേണ്ട തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വീണ്ടും ഈ ദുർഘട സമയത്ത് ദൈവം നൽകുന്ന ശക്തമായ ഉറപ്പുകൾ പറയുന്നു. ദുർഘട സമയത്ത് ദൈവം നൽകുന്ന ശക്തമായ ഉറപ്പുകൾ സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ് സങ്കീർത്തനം 27-ൽ പറയുന്നത്? 27:5 അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അപ്പോൾ ഈ ദുർഘട സമയത്ത് ദൈവം നമുക്ക് നൽകുന്ന ശക്തമായ ഉറപ്പുകളെ കുറിച്ച് പറയുകയാണ്, അല്ലേ? എല്ലാവർക്കും അറിയുന്ന സങ്കീർത്തനം 91 ദുർഘട സമയത്ത് ദൈവം നൽകുന്ന ശക്തമായ കാവലിനെ കുറിച്ച്, ഉറപ്പിനെ കുറിച്ച് പറയുന്നു. സങ്കീർത്തനം 91 എല്ലാവർക്കും അറിയാം, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. വീണ്ടും പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. വീണ്ടും പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. വീണ്ടും പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അപ്പോൾ ദുർഘട സമയത്ത് ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ വാക്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ കഷ്ടകാലത്ത് നാം ജീവിക്കുമ്പോൾ, പരിശോധന ന്യായവിധിക്ക് ശേഷം, കൃപയുടെ കാലം അവസാനിച്ചതിന് ശേഷം ഒരു വലിയ കഷ്ടകാലം ഉണ്ടാകുമെന്ന് പറയും. ഈ കഷ്ടകാലത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മധ്യസ്ഥത ഇല്ലാന്ന് നാം ചിന്തിക്കാൻ പാടില്ല എന്ന് ലേഖകൻ പറയുന്നു. അപ്പോൾ പോലും, അല്ലേ, കൃപയുടെ കാലം അവസാനിച്ചാൽ പോലും ദൈവത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ കാവല്, കോട്ട നമുക്കുണ്ടാകും എന്നിവിടെ പറയുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും, ദൈവമക്കൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവമക്കൾ വിശ്വാസത്തിൽ ശക്തരായി ഉറച്ചു നിൽക്കണം എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28:20, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ, ഞായറാഴ്ചത്തെ പാഠം പറയുന്നു, പ്രതിസന്ധിയിൽ പ്രത്യാശ. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ദുർഘട സമയങ്ങളിലും ദൈവം നൽകുന്ന ഉറപ്പിനെക്കുറിച്ച്, സംരക്ഷണത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ചാണ് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരും. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവിൻ്റെ പെട്ടെന്നുള്ള തിരിച്ചുവരവിൻ പ്രത്യാശ. യേശുവിൻ്റെ പെട്ടെന്നുള്ള തിരിച്ചുവരവിൻ പ്രത്യാശ. തിങ്കളാഴ്ചത്തെ പാഠത്തിൽ ലേഖകൻ ചോദിക്കുന്നത് ഈ ഭാവിയിലെ വെല്ലുവിളികളെയും വരാനിരിക്കുന്ന യാക്കോബിൻ്റെ കഷ്ടകാലം പോലുള്ള കഷ്ടകാലവും ഇങ്ങനെയുള്ള ജീവിതം വരുമ്പോൾ, കൃപയുടെ കാലം അവസാനിക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന വാക്യങ്ങൾ എത്രമാത്രം പ്രോത്സാഹനം നൽകുന്നു എന്നിവിടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഭാവിയിലെ വെല്ലുവിളികളെയും വരാനിരിക്കുന്ന കഷ്ടകാലത്തെയും നാം ഓർക്കുമ്പോൾ ഈ വായിക്കുവാൻ പോകുന്ന വാക്യങ്ങൾ എത്രമാത്രം പ്രോത്സാഹനം നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെ കർത്താവ് പറയുണ്ടായി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കാരണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, അല്ലേ? അപ്പോൾ യേശു എപ്രകാരം പറയുന്നു? യേശു പറയുകയാണ്,
നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അല്ലേ? പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, ദുർഘട സമയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇവിടെ പറയുകയാണ് നമ്മുടെ ഹൃദയം കലങ്ങരുത്. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ആ കർത്താവ് വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. അവൻ ഇരിക്കുന്ന ഇടത്ത് നാമും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതാണ് നമുക്ക് നൽകുന്ന പ്രോത്സാഹനം. അല്ലേ? യേശുവിൻ്റെ പെട്ടെന്നുള്ള, പാഠത്തിന് ഹെഡിങ് എന്നാണ് യേശുവിൻ്റെ പെട്ടെന്നുള്ള തിരിച്ചുവരവിൻ പ്രത്യാശ. കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ബൈബിളിലെ തിരുവചനം വായിക്കുമ്പോൾ ഓരോ 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാം യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ 25 വാക്യങ്ങൾ വായിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായി ബൈബിളിലുടനീളം സംസാരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇരുണ്ട് നിറയുമ്പോൾ, പ്രതിസന്ധികൾ ഇരുണ്ട് നിറയുമ്പോൾ, സഭയിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ നിന്ന് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഭീഷണി ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വാഗ്ദത്തം നാം ഉൾക്കൊള്ളണം. അത് നമ്മെ പ്രചോദിപ്പിക്കണം, അത് നമ്മെ പ്രോത്സാഹിപ്പിക്കണം എന്നിവിടെ പറയുന്നു. വീണ്ടും തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെ. തീത്തോസിൻ്റെ ലേഖനം 2 11 മുതൽ 14 വരെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് തന്നെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ ജീവനെ നൽകി എന്നിവിടെ പറയുന്നു. അപ്പോൾ തീത്തോസ് പറയുകയാണ് എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല ജാതികൾക്കും, ഭാഷക്കാർക്കും, ഗോത്രക്കാർക്കും എല്ലാവർക്കും ഈ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതുകൊണ്ട് എല്ലാവരും ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തുകൊള്ളുന്നു. എല്ലാവരും ഈ മഹത്വകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രപഞ്ചമോഹങ്ങളും, അല്ലേ, എന്തൊക്കെ ഇവിടെ പറയുന്നത്? ഈ ലോകത്തിൽ പ്രപഞ്ചമോഹങ്ങളും എല്ലാം വർജിച്ചിട്ട്, ഭക്തികടുക്ക വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം എന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും ലേഖകൻ വീണ്ടും ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരുടെയും നഷ്ടപ്പെട്ടു പോയവരുടെയും മാനസിക അവസ്ഥ എപ്രകാരമായിരിക്കും എന്നിവിടെ പറയുകയാണ്. ലേഖകൻ ഇവിടെ വീണ്ടും ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുടെയും നഷ്ടപ്പെട്ടു പോയവരുടെയും അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെയും മാനസിക അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്യാൻ ഇവിടെ ചോദിക്കുകയാണ്. ഇവിടെ വെളിപാടിൻ്റെ പ്രവചനം 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. വെളിപാടിൻ്റെ പ്രവചനം 6-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയവരുടെ മാനസികാവസ്ഥ അവിടെ പറയുന്നു. ദുഷ്ടന്മാരുടെ മാനസികാവസ്ഥ പറയുന്നു. ദുഷ്ടന്മാരെന്താ പറയുന്നത്? ഭൂമിയിലെ രാജാക്കന്മാരും മൗത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും എല്ലാവരും പറയുന്നൊരു വചനമുണ്ട്. ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറയുന്നു. കാരണം സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ എന്ത് ചെയ്യുക? മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്നിവിടെ ചോദിക്കുന്നു. അല്ലേ? അപ്പം നഷ്ടപ്പെട്ടു പോയവരുടെ, ദുഷ്ടന്മാരുടെ മാനസിക അവസ്ഥ ഇവിടെ പറയുകയാണ്. കർത്താവിൻ്റെ വരവിൻ നാളിൽ ദുഷ്ടന്മാരുടെ മാനസികാവസ്ഥ പറയുകയാണ്. അതിൽ ആരെല്ലാം ഉൾപ്പെടും? രാജാക്കന്മാരുണ്ട്, മൗത്തുക്കളുണ്ട്, സഹസ്രാധിപന്മാരുണ്ട്, ധനവാന്മാരുണ്ട്, ബലവാന്മാരുണ്ട്, ദാസനുണ്ട്, സ്വതന്ത്രനുണ്ട്, എല്ലാവരെയും അവിടെ ഉൾപ്പെടുന്നു. അവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയ ആ ദൈവജനത്തെ സൂചിപ്പിക്കുന്നു. അവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? അവർ പറയുകയാണ്, മലകളോടും പാറകളോടും പറയാണ്, ഞങ്ങളുടെ മേൽ വീഴുവിൻ. കാരണം ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയുടെ മുഖശോഭ കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ എന്നിവിടെ പറയുന്നു. നേരെ മറിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥ എന്താണ്? രക്ഷിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നു. എന്താണ് രക്ഷിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥ? യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായത്തിൽ പറയുന്നു. 8-9 വാക്യങ്ങൾ. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയെ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും ചെയ്യും. യഹോവയല്ലയോ അരുളി ചെയ്തിരിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം
അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. അത് രക്ഷിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥയാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയവർക്ക് ദുഃഖവും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷവും നൽകുന്ന ഒരു അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടുപേരുടെയും മാനസികാവസ്ഥ വളരെ വിഭിന്നമാണ് എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി വീണ്ടും ഈ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതികരണം എന്തായിരിക്കും? വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതികരണം എന്തായിരിക്കും? വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഇവിടെ അവർക്കൊരു മഹാസമാധാനം ഉണ്ടാകുന്നു, അല്ലേ? അവർക്ക് സമാധാനം ഉണ്ടാകുന്നു, പാപമോചനത്തിൽ നിന്നുള്ള വിടുതലുണ്ടാകുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇവിടെ വെളിപാട് പ്രവചനം 15-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. വെളിപാട് പ്രവചനം 15-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതികരണം പറയുന്നു. എന്താണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതികരണം? അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടും, അല്ലേ? വീണ്ടെടുക്കപ്പെട്ടവരുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ്. അവർ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടും. എന്നിട്ട് അവർ പാട്ടിലൂടെ അവർ ദൈവത്തെ സ്തുതിക്കും. സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ സത്യവും നീതിയുമുള്ളവ. കർത്താവെ, ആർ നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇതാണ് രക്ഷിക്കപ്പെട്ടവരുടെ പ്രതികരണം. രക്ഷിക്കപ്പെട്ടവർ വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തും. നീയല്ലോ ഏക പരിശുദ്ധൻ, നീയല്ലോ സർവ്വജാതികളുടെയും രാജാവ്, നിൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അത്ഭുതവുമായവ, അല്ലേ? അതാണ് രക്ഷിക്കപ്പെട്ടവരുടെ അനുഭവം. കാരണം അവർക്കുണ്ടാകുന്ന സന്തോഷമെന്ന് പറയുന്നത് കൃപയിലൂടെയുള്ള രക്ഷയാണ്. കൃപയിലൂടെ അവർ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവർ ദൈവത്തെ അത്രമാത്രം സ്തുതിക്കുന്നു. ഇനി തിങ്കളാഴ്ചത്തെ പാഠത്തിലല്ലേ ലാസ്റ്റ് ഈ വൻ പോരാട്ടം എന്ന് പറയുന്ന ഈ യുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ ആ വിജയത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഫൈനൽ വിക്ടറി. ഈ വൻ പോരാട്ടത്തിലെ ഫൈനൽ വിക്ടറി ആർക്കാണ് എന്നിവിടെ പറയുന്നു. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ഫൈനൽ വിക്ടറി ഇവിടെ ആർക്കാണ് എന്ന് വെളിപാട് പ്രവചനത്തിൽ പറയുന്നു. 19-ാം അധ്യായം വായിക്കുമ്പോൾ 19-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു, അല്ലേ? അത് താഴോട്ട് വായിക്കുമ്പോൾ, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു, അല്ലേ? ഇവിടെ കർത്താവിൻ്റെ വരവിനെ അത് സൂചിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? ഇപ്പം ഇവിടെ വ്യക്തമായി പറയുന്നു, കർത്താവ് ഈ വൻ പോരാട്ടത്തിൽ ആത്യന്തികമായി ഫൈനലായിട്ടുള്ള വിജയത്തെ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നുള്ള കർത്താവിൻ്റെ തിരിച്ചു വരവിൽ നാം പ്രത്യാശയുള്ളവരായി മാറുക. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദുർഘട സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹൃദയം കലങ്ങാതെ ആ മഹത്വകരമായ പ്രത്യാശയിൽ പ്രത്യാശിക്കണമെന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്നത് സഹസ്രാബ്ദം ഭൂമിയിൽ. സഹസ്രാബ്ദം ഭൂമിയിൽ. ഇവിടെ വെളിപാട് പ്രവചനം 19-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ദുഷ്ടന്മാരുടെ നാശത്തെക്കുറിച്ചുമാണ് വെളിപാട് പ്രവചനം 19-ാം അധ്യായത്തിൽ പറയുന്നത്. 20-ാം അധ്യായം എത്തുമ്പോൾ പെട്ടെന്ന് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുന്നു. സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച. ബൈബിൾ നാം പഠിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച സ്വർഗത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1000 ആണ്ട് വാഴ്ച സ്വർഗത്തിലാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ ഈ സഹസ്രാബ്ദ വാഴ്ച, ആ 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിലായിരിക്കുന്ന പിശാചിൻ്റെ അവസ്ഥയാണ് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ച സ്വർഗത്തിലാണ് 1000 ആണ്ട്. അപ്പോൾ 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ച സ്വർഗത്തിലായിരിക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള പിശാചിൻ്റെ അവസ്ഥയാണ് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. സഹസ്രാബ്ദം ഭൂമിയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം സഹസ്രാബ്ദ വാഴ്ച ഭൂമിയിൽ ആയിരിക്കുന്ന പിശാചിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. വെളിപാട് പ്രവചനം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ. വെളിപാട് പ്രവചനം 20-ാം അധ്യായം
1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിൻ നാളിൽ സാത്താൻ്റെ വിധിയെക്കുറിച്ച് പറയുകയാണ്. സാത്താൻ്റെ വിധി എന്താകും, ഡെസ്റ്റിനി എന്താകും. വെളിപാടുകാരനായ യോഹന്നാൻ പറയുന്നു, അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് യോഹന്നാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള ആ പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിലിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാകുന്നു എന്ന് വെളിപാട് പ്രവചനം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളിൽ പറയുന്നു. അപ്പോൾ ഇവിടെ 1000 ആണ്ട് കാലത്ത് ഭൂമിയിലായിരിക്കുന്ന പിശാചിനെ ചങ്ങലയിലിടുന്ന കാര്യമാണ് പത്മോസിലെ യോഹന്നാൻ കാണുന്നത്. 1000 ആണ്ട് വാഴ്ച സമയത്ത് ഭൂമിയിൽ ഏകനായിരിക്കുന്നതായ പിശാചിനെയും തൻ്റെ ദൂതന്മാരെയും, പിശാചിനിവിടെ പഴയ പാമ്പായ മഹാസർപ്പത്തെ അല്ലെങ്കിൽ പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിടുന്ന അനുഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിലർക്കൊരു ധാരണയുണ്ട് ചങ്ങലയിട്ട് ഇങ്ങനെ പൂട്ടിയിടുന്ന ഒരു അനുഭവമാണ്. ഇത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അതല്ല. ഇവിടെ നമ്മെ സിംബോളിക്കായിട്ട് പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ 1000 ആണ്ട് സമയത്ത് ഒരു ജനവാസവുമില്ലാതെ സാത്താൻ തൻ്റെ ദൂതന്മാരും ഏകരായി കഴിയുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാത്താനും തൻ്റെ ദൂതന്മാരും ഏകരായി കഴിയുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ജനവാസമില്ലാത്ത ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പിശാചിന് പിന്നെ അവിടെ ഒന്നും പ്രവർത്തിക്കുവാനില്ല. അപ്പോൾ ഇവിടെ അഗാധത്തിൽ പിശാചിനെ ഇടുന്നു. അഗാധത്തിൽ അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റിലേക്ക്, അഗാധമായ ഗർത്തത്തിൽ ഇടുന്നു എന്നിവിടെ പറയുന്നത് സൂചിപ്പിക്കുന്നത് ഭൂമി പഴയ ഉൽപ്പത്തിയിലുള്ളതുപോലെ പാഴും ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയെ പറയുന്നു. ജനവാസമില്ലാത്ത ഭൂമി അല്ലേ, ജനവാസമില്ലാത്ത ഭൂമി, പാഴും ശൂന്യമായ ഉൽപ്പത്തിയിലെ അതേ അനുഭവത്തിൽ തന്നെ ഭൂമി വീണ്ടും മാറുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ പിന്നെ സാത്താൻ ഇവിടെ ഒന്നും പ്രവർത്തിക്കാനില്ല. സാത്താന് ജനങ്ങളെ വഞ്ചിക്കാനില്ല അല്ലേ. സാത്താനും തൻ്റെ ദൂതന്മാരും മാത്രം, സാത്താൻ്റെ കൂടെയുള്ള ദൂതന്മാർ മാത്രം. അപ്പോൾ സാത്താൻ ഇവിടെ ഒന്നും പ്രവർത്തിക്കാനില്ല. പഴയ പാഴും ശൂന്യമായ ആ ഭൂമിയുടെ അതേ അവസ്ഥയിലേക്ക് മാറുന്നു. ഭൂമി ഒരു ശൂന്യത അവസ്ഥയിലേക്ക് തള്ളിയിടുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ പിശാചിൻ്റെ ഇവിടെ അനുഭവം എന്ന് പറയുന്നത് പിശാചിനൊന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്ന ഒരു കാലമാണ് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഭൂമിയിൽ പിശാച് അനുഭവിക്കുന്ന അവസ്ഥ. ഒരു ഏകാന്തത അനുഭവം, ശൂന്യമായ ഒരു അനുഭവം പിശാച് ഇവിടെ അനുഭവിക്കുന്നു. ഇതിനെക്കുറിച്ച് പ്രവാചകനായ യെരമ്യാവ് എന്താ പറയുന്നത്? യെരമ്യാവ് പറയുന്നു, ഇതിനെക്കുറിച്ച് യെരമ്യാവ് പറയുകയാണ് 4-ാം അധ്യായം 23 മുതൽ 26 വരെ. യെരമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വേദവാക്യം. ഈ 1000 ആണ്ട് വാഴ്ച സമയത്ത് ഭൂമിയിൽ സാത്താൻ്റെ ആ ശൂന്യതയെക്കുറിച്ച് പറയുകയാണ്. സാത്താൻ ഒരു ശൂന്യതയുടെ അവസ്ഥയിൽ ഏകാഗ്രനെ പോലെ അല്ലേ, ആരുമില്ല, ജനങ്ങളൊന്നുമില്ല വഞ്ചിക്കുവാൻ, അങ്ങനെ ഒരു അവസ്ഥയിൽ സാത്താൻ കടന്നു പോകും എന്നിവിടെ പറയുന്നു. അതിനെക്കുറിച്ച് യെരമ്യാവ് എന്താ പറയുന്നത്? ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശമില്ലാതിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നു പോയിരുന്നു. ഞാൻ നോക്കി, ഉദ്യാനം അല്ലെങ്കിൽ പൂന്തോട്ടം പോലും മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവൻ്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നിവിടെ പറയും. ഇപ്പോൾ പ്രവാചകനായ യെരമ്യാവ് ആ പാഴും ശൂന്യമായ ആ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുന്നു. സാത്താനെ ഇവിടെ ബന്ധിക്കുമ്പോൾ അന്ധതമസിൽ സാത്താനെയും തൻ്റെ ദൂതന്മാരെയും ബന്ധിക്കുന്ന സമയത്ത് ഈ ഭൂമി പഴയ അവസ്ഥയിലേക്ക് തന്നെ പാഴും ശൂന്യമായി മാറി സാത്താന് ഒന്നും പ്രവർത്തിക്കാനില്ലാത്ത ഒരവസ്ഥ പോലെ, ജനവാസമില്ലാത്ത ഒരു ഭൂമി പോലെ ഏകനായി സാത്താൻ കഴിയുന്ന ഒരു അനുഭവത്തെ ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് യെരമ്യാവ് പറയുന്നത്, ഞാൻ എല്ലാം ആകാശത്തെയും പർവ്വതത്തെയൊക്കെ നോക്കി, ജനവാസമൊന്നും കണ്ടില്ല, മനുഷ്യനെയൊന്നും കണ്ടില്ല, ഉദ്യാനം പോലും മരുഭൂമിയായി മാറിയിരിക്കുന്നു എന്നിവിടെ പറയുന്നു. വീണ്ടും യെരമ്യാവിൻ്റെ പ്രവചനം 25:33 പറയുന്നത്, യെരമ്യാവിൻ്റെ പ്രവചനം 25:33, അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയുമില്ല.
അവർ നിലത്തിന് ആരായി മാറും? വളമായി തീരും എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ വിനാശകരമായ ആ വലിയ നാശത്തെക്കുറിച്ച് ഈ പ്രവാചകൻ ഇവിടെ ഊന്നി പറയുകയാണ്, അല്ലേ? വിനാശകരമായ ഒരു വലിയ നാശത്തെക്കുറിച്ച് പ്രവാചകനായ യെരമ്യാവ് ഊന്നി പറയുന്നു. സഹസ്രാബ്ദ വാഴ്ച സമയത്ത് സാത്താൻ്റെ ആ ഏകാന്തതയെക്കുറിച്ച് ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു, അല്ലേ? ഇവിടെ നമ്മെ പറയുന്നത് ഒരിക്കലും ഈ പാപത്തിൻ്റെ പ്രശ്നം ഉയർത്തെഴുന്നേൽക്കാത്ത വിധത്തിൽ തന്നെ ദൈവം അതിനെ കൈകാര്യം ചെയ്യും എന്നിവിടെ പറയുന്നു. ഒരിക്കലും പാപത്തിൻ്റെ പ്രശ്നം ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാത്ത വിധത്തിൽ തന്നെ എന്നേക്കുമായി പാപത്തെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ തന്നെ ദൈവം ഇവിടെ പ്രവർത്തിക്കും എന്നിവിടെ പറയുന്നത്. 3 രീതിയിലാണ് ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നത്. ഒന്ന്, എല്ലാ മനുഷ്യരോടും ദൈവം കാണിക്കുന്ന ആ സ്നേഹം സൂചിപ്പിക്കുന്നു. രണ്ടാമതായി, നീതിയോടും ന്യായത്തോടും ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നു. മൂന്നാമതായി, പാപത്തിൻ്റെ കലാപത്തിൻ്റെയും മേളിലുള്ള ആത്യന്തിക വിജയത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. അപ്പോൾ എന്നേക്കുമായി പാപത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇവിടെ നമ്മെ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ച സമയത്ത്, 1000 ആണ്ട് വാഴ്ച സമയത്ത് ഭൂമിയിലായിരിക്കുന്ന പിശാച് ഏകനായി ഒന്നും പ്രവർത്തിക്കുവാനില്ലാതെ, ആരെയും വഞ്ചിക്കുവാനില്ലാതെ കഴിയുന്ന ഒരു ശൂന്യമായ ഒരു അവസ്ഥയാണ് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് സഹസ്രാബ്ദത്തിലെ ന്യായവിധി. സഹസ്രാബ്ദത്തിലെ ന്യായവിധി. കഴിഞ്ഞ പാഠത്തിൽ സഹസ്രാബ്ദത്തിൽ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഭൂമിയിലായിരിക്കുന്ന പിശാചിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ചു. ബുധനാഴ്ചത്തെ പാഠത്തിൽ 1000 ആണ്ട് വാഴ്ച സമയത്ത് സ്വർഗത്തിലായിരിക്കുന്ന നീതിമാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയാണ്. സ്വർഗത്തിലായിരിക്കുന്ന നീതിമാന്മാരുടെ അവസ്ഥ. ലേഖകൻ ഇവിടെ ചോദിക്കുകയാണ്, നീതിമാന്മാർ 1000 വർഷം എന്താണ് ചെയ്യുന്നത്? നീതിമാന്മാർ സ്വർഗത്തിൽ 1000 ആണ്ട് വാഴ്ച സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഇവിടെ വെളിപാട് പ്രവചനം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. വെളിപാട് പ്രവചനം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അതിപ്രകാരം പറയുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും തൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും എന്നിവിടെ പറയും. അപ്പോൾ നീതിമാന്മാർ 1000 ആണ്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ തുടക്കത്തിൽ പറയുന്നു, യോഹന്നാൻ പറയുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അല്ലേ? അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു എന്നിവിടെ പറയുന്നു, അല്ലേ? ഇവിടെ ന്യായം വിധിക്കുന്ന ഒരു അനുഭവം ദൈവമക്കൾക്കുണ്ടാകും എന്നിവിടെ പറയുന്നു. ദൈവമക്കൾ ന്യായം വിധിക്കുന്ന ഒരു അനുഭവം, ന്യായവിധി നേരിട്ട് കാണുവാനുള്ള ഒരവസരം ദൈവമക്കൾക്കുണ്ടാകും, അല്ലേ? ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അപ്പോൾ ന്യായവിധി നടക്കുന്ന കാഴ്ച വ്യക്തമായി ദൈവമക്കൾക്ക് കാണുവാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ഈ ന്യായവിധി ദൈവമക്കൾ കാണുമ്പോൾ ദൈവം എത്രമാത്രം നീതിയോടും ന്യായത്തോടും കൂടിയാണ് ദൈവം ന്യായം വിധിച്ചത് എന്ന് നീതിമാന്മാർക്ക് മനസ്സിലാകും. വ്യക്തമായി ഇവിടെ പറയുന്നത്, എല്ലാ നീതിമാന്മാർക്കും, സ്വർഗത്തിലായിരിക്കും നീതിമാന്മാർക്ക് ഒരു കാര്യം മനസ്സിലാകും, എത്രമാത്രം ദൈവം ന്യായത്തോടും നീതിയോടും കൂടിയാണ് ഈ ലോകത്തെ ദൈവം എന്ത് ചെയ്തത്? ന്യായം വിധിച്ചത്. അതുകൊണ്ട് നീതിമാന്മാർ പല ചോദ്യങ്ങളാണ് ഇവിടെ ദൈവത്തോട് ചോദിക്കുന്നത്. സ്വർഗത്തിലായിരിക്കുന്ന നീതിമാന്മാർ ആ സമയത്ത് പല ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അനേക ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം ഒരു സുഹൃത്ത് എന്ന പോലെ നീതിമാന്മാർ ദൈവത്തോട് ചോദിക്കും, അല്ലേ? എന്തുകൊണ്ട് എൻ്റെ സുഹൃത്ത് രക്ഷിക്കപ്പെട്ട് ഇവിടെ വന്നില്ല, അല്ലേ? എൻ്റെ സുഹൃത്ത് എന്തുകൊണ്ട് സ്വർഗത്തിൽ വന്നില്ല, എങ്ങനെ ഞാൻ വന്നു എന്നൊക്കെയുള്ള ചിന്താഗതിയിലുള്ള ചോദ്യങ്ങളെല്ലാം അന്ന് ദൈവമക്കൾ ചോദിക്കും.
അല്ലേ? അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും. വ്യക്തമായ ഒരു ഉത്തരമാണ് ദൈവം നമുക്ക് നൽകുന്നത്. എല്ലാം വ്യക്തമായി കാണുവാനും അനേക കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും എങ്ങനെയാണ് ചിലർക്കെല്ലാം സ്വർഗം നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയുവാനും ഓരോരുത്തരുടെ കുറവുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനൊക്കെയും നമുക്ക് ഈ 1000 ആണ്ട് വാഴ്ച സമയത്ത് നീതിമാന്മാർക്ക് ഇതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകും എന്നിവിടെ പറയുന്നു. വീണ്ടും നമ്മോട് ചോദിക്കുന്നത് 1000 വർഷം എങ്ങനെയാണ് അവസാനിക്കുന്നത്? അങ്ങനെ അവസാനിക്കുമ്പോൾ 1000 വർഷം അവസാനിക്കുമ്പോൾ സാത്താൻ്റെ ഗതി എന്താകുമെന്ന് ലേഖകൻ ചോദിക്കുകയാണ്. 1000 വർഷം എങ്ങനെ അവസാനിക്കും? ഈ 1000 വർഷം അവസാനിക്കുമ്പോൾ സാത്താൻ്റെ ഗതി എന്താകും? വെളിപാട് പ്രവചനം 20-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നു. 7 മുതൽ 9 വരെ 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും എന്നിവിടെ പറയുന്നു. അല്ലേ? അപ്പോൾ 1000 ആണ്ട് കഴിയുമ്പോൾ പിശാചിനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. പിശാച് എന്തു ചെയ്യും? പിശാച് പെട്ടെന്ന് തൻ്റെ പഴയ പ്രവൃത്തി ചെയ്യും. 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ നിൽക്കുന്ന ദുഷ്ടന്മാരുടെ ഒരു വലിയ കൂട്ടത്തെ, ഗോഗ് മാഗോഗ് അല്ലേ, ആ വലിയൊരു കൂട്ടത്തെ കർത്താവിനെതിരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ സാത്താൻ പെട്ടെന്ന് പുറപ്പെടും എന്നിവിടെ പറയുന്നു. അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരമായ യെരുശലേമിനെയും വളയും എന്ന് പറയുന്നു. അപ്പോൾ യെരുശലേമിനെ വളയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പത്മോസിലെ യോഹന്നാൻ പറയുന്നു, എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും എന്നിവിടെ പറയുന്നു. അപ്പോൾ 1000 വർഷം സാത്താന് മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കാനോ വഞ്ചിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1000 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് ഈ ഭൂമിയിലേക്ക് തൻ്റെ വിശുദ്ധനുമായി ഇറങ്ങി വരുമ്പോൾ, അല്ലേ, തൻ്റെ വിശുദ്ധനുമായി ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് സാത്താൻ തൻ്റെ പഴയ സ്വഭാവത്തെ പെട്ടെന്ന് കാണുകയും, അല്ലേ, അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതായ ആ വലിയ ദുഷ്ടന്മാരുടെ വലിയൊരു കൂട്ടവുമായി ദൈവത്തിനെതിരെ മത്സരിക്കുവാൻ പിശാച് വീണ്ടും ഇവിടെ പുറപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അല്ലേ? അപ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാർ വീണ്ടും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അല്ലേ? രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് നമ്മുടെ വചനത്തിൽ പറയുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ആരാണ്? ഭാഗ്യവനാണ്. അവന് രണ്ടാം മരണത്തിൽ എന്തില്ല? ഓഹരിയില്ല, അല്ലെങ്കിൽ അധികാരം ഇല്ല. അപ്പോൾ ഇവിടെ ദുഷ്ടന്മാർ രണ്ടാമത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സാത്താൻ അവരെ വശീകരിക്കുകയും ആ ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ഹർമഗദോൻ യുദ്ധത്തിന് വേണ്ടി ജനങ്ങളെ കൂട്ടുകയും വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും യെരുശലേമിനെയും വളയുവാൻ പിശാച് ഇവിടെ തന്ത്രങ്ങൾ മെനയുന്നതായിട്ട് ഇവിടെ പറയുന്നു. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ നഗരം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച വെളിപാട് പ്രവചനം 21-ാം അധ്യായത്തിലെ 2-ാം വാക്യം പറയുന്നു. വെളിപാട് പ്രവചനം 21:2 പറയുന്നു, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് പത്മോസിലെ യോഹന്നാൻ പറയുകയാണ്. അല്ലേ? അപ്പോൾ ക്രിസ്തു എൻ്റെ വിശുദ്ധന്മാരുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ പിശാച് ആ പ്രിയ നഗരത്തെ വളയുന്ന സമയത്ത് ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുകയും പാപത്തെ പൂർണ്ണമായി ഉന്മൂല നാശം വരുത്തുകയും ചെയ്യും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് സഹസ്രാബ്ദത്തിലെ ഈ ന്യായവിധിയിൽ നീതിമാന്മാർ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം എത്രമാത്രം നീതിയോടും ന്യായത്തോടും കൂടിയാണ് ന്യായം വിധിച്ചതെന്ന് വിശുദ്ധന്മാർക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യവും, കൂടാതെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാചിനെ എന്നേക്കുമായി, തൻ്റെ ദൂതന്മാരെയും പിശാചിനെ എന്നേക്കുമായി അഗ്നിയാൽ ദഹിപ്പിക്കുന്ന ഒരു അനുഭവത്തെയുമാണ് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്.
വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് രണ്ട് നിത്യതകൾ. വ്യാഴാഴ്ച നമ്മെ മനസ്സിലാക്കി തരുന്നത് രണ്ട് നിത്യതകളിൽ ഒന്ന് നമ്മെ കാത്തിരിക്കുന്നു. രണ്ട് നിത്യതകളിൽ അതിൽ ഒരു നിത്യത നമ്മെ കാത്തിരിക്കുന്നു. ഒന്നുകിൽ നിത്യമായ മരണം, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള നിത്യമായ ജീവിതം. ഇതാണ് രണ്ട് നിത്യതകൾ. ഈ രണ്ട് നിത്യതകളിൽ ഒന്ന് നമ്മെ കാത്തിരിക്കുന്നു. ഒന്നുകിൽ നിത്യമായ മരണം, അല്ലെങ്കിൽ നിത്യമായ ദൈവത്തോടുള്ള വാസം, നിത്യമായ ജീവിതം. ഇവിടെ ദുഷ്ടന്മാർ വീണ്ടും ഉയർപ്പിക്കപ്പെടുന്നത് എന്തിനാണെന്ന് ഇവിടെ ചോദിക്കുന്നു. എന്തിനാണ് ദുഷ്ടന്മാർ വീണ്ടും ഉയർപ്പിക്കപ്പെടുന്നത്? അല്ലേ? ഇവിടെ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ എന്തിനാണ് ദുഷ്ടന്മാർ വീണ്ടും ഉയർപ്പിക്കപ്പെടുന്നത്? അവർക്ക് എന്തുണ്ട്? ഒരു ന്യായവിധിയുണ്ട്, അല്ലേ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം എല്ലാവരും വെളിപ്പെടേണ്ടതാകുന്നു. അതുതന്നെയാണ് റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നത്. റോമർ 14-ാം അധ്യായം 10 പറയുന്നത്, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് പൗലോസ് പറയുന്നു. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. വീണ്ടും വെളിപാടിൻ്റെ പ്രവചനം 20-ാം അധ്യായം 11 മുതൽ 15 വരെ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലവൃത്തം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പത്മോസിലെ യോഹന്നാൻ പറയുന്നു. വെളിപാടിൻ്റെ പ്രവചനം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ദുഷ്ടന്മാർ എന്തിനാണ് വീണ്ടും ഉയർക്കുന്നത്? അല്ലേ? ലേഖകൻ ഇവിടെ ചോദിക്കുകയാണ്, ദുഷ്ടന്മാർ എന്തിനാണ് വീണ്ടും ഉയർക്കുന്നത്? ദുഷ്ടന്മാർ എന്തിനാണ് വീണ്ടും ഉയർക്കുന്നത്? അവർ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവമാണ്. അവർക്കൊരു ന്യായവിധിയുണ്ട്. മരിച്ചവർ അപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കണ്ടുവെന്ന് യോഹന്നാൻ പറയുകയാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. അവനവൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും അപാലവൃത്തം ദൈവത്തിന് മുമ്പാകെ നിന്നു. ഇവിടെ സംഭവിക്കുന്നത് അവരെല്ലാവരെയും, ഈ ദുഷ്ടന്മാരെ എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ഇപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതിന് വേണ്ടിയാണ് ദുഷ്ടന്മാർ വീണ്ടും ഉയർക്കുന്നത് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് പാപപ്രശ്നത്തെ എന്നേക്കുമായി പരിഹരിക്കുവാൻ ദൈവം നീതിയോടും ന്യായത്തോടു കൂടിയാണ് ന്യായം വിധിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് ദുഷ്ടന്മാരെ വീണ്ടും ഉയർപ്പിക്കുന്നത് എന്നിവിടെ പറയുന്നു. എല്ലാവർക്കും ദൈവം നീതിയോടും ന്യായത്തോടു കൂടിയാണ് ന്യായം വിധിച്ചതെന്ന് ആർക്കും ബോധ്യമാകണം, ദുഷ്ടന്മാർക്കും ബോധ്യമാകണം. അതിനുവേണ്ടിയാണ് അവരെ വീണ്ടും ഉയർപ്പിക്കുന്നത്. എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഈ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ എല്ലാവരുടെ കണ്ണ്, യേശുവിൻ്റെ കണ്ണ് ദുഷ്ടന്മാരെ നോക്കും. ഈ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ, ജീവൻ്റെ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണ് ദുഷ്ടന്മാരെ നോക്കും. ആ ദുഷ്ടന്മാർ സ്വയം അവർ ഉൾക്കൊള്ളും, എൻ്റെ പാപം കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് എന്ന് ഓരോ ദുഷ്ടനും ബോധ്യമാകും. അവിടെ വിശുദ്ധിയുടെ പാത എവിടെയാണ് വ്യതിചലിച്ചതെന്ന് ഓരോ ദുഷ്ടനും മനസ്സിലാകും. ദൈവത്തോടുള്ള മത്സരവും അഹങ്കാരവും എത്രത്തോളം ഞങ്ങൾ ചെയ്തു എന്ന് ഓരോ ദുഷ്ടനും മനസ്സിലാകും. അവിടെ പ്രലോഭനങ്ങളെക്കുറിച്ചും, അല്ലേ, അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കിയതിനെക്കുറിച്ചും, ദൂതന്മാരെ നിന്ദിച്ചതിനെക്കുറിച്ചും,
സുവിശേഷത്തിൻ്റെ മുന്നറിയിപ്പിൻ ദൂതുകൾ നിരസിച്ചതിനെക്കുറിച്ചൊക്കെ, അനുതാപമില്ലാത്ത ഹൃദയത്തെക്കുറിച്ചും ശാഠ്യമുള്ള ഹൃദയത്തെക്കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കും. അതാണ് എലൻ ജി വൈറ്റ് പറയുന്നത്. ഇതെല്ലാം അഗ്നി ലിപികളിൽ എഴുതിയതുപോലെ ദുഷ്ടന്മാർക്ക് ബോധ്യപ്പെടും, അല്ലേ? ഇതെല്ലാം എൻ്റേതായ കുറവാണ് എന്ന് ദുഷ്ടന്മാർക്ക് ബോധ്യമാകും. വീണ്ടും എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനമായ ഗ്രേറ്റ് കോൺട്രവേഴ്സിയിൽ പേജ് 666 പറയുന്നത്, എല്ലാ ദുഷ്ടന്മാരും ഈ സ്വർഗീയ ഭരണകൂടത്തിനെതിരെ വലിയ കുറ്റ ആരോപണമായി നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി വാദിക്കുവാൻ ആരും ഉണ്ടായിരിക്കില്ല എന്നിവിടെ പറയുന്നു. അവർ പറയുന്ന ഒരു ഒഴിവ് കഴിവുകളും ഒന്നുമല്ലാതായി മാറും എന്നിവിടെ പറയുന്നു. കാരണം അവർക്ക് നൽകിയതായ ന്യായവിധി നീതിയോടും ന്യായത്തോടും കൂടിയാണ് എന്ന് എല്ലാ ദുഷ്ടന്മാർക്കും ബോധ്യപ്പെടും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അവസാനമായിട്ട് ലേഖകൻ ചോദിക്കുന്നത് പാപത്തിൻ്റെയും പാപികളുടെയും ഈ ആത്യന്തിക നാശത്തെക്കുറിച്ചും നീതിമാന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഈ പറയാൻ പോകുന്ന വാക്യങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? പാപത്തിൻ്റെയും പാപികളുടെയും ആത്യന്തിക നാശത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു, മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടികാം. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറയിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും എന്നിവിടെ പറയുന്നു. ഇപ്പോൾ രണ്ടുപേരുടെ അനുഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മലാക്കിയുടെ പുസ്തകം വായിക്കുമ്പോൾ, മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിൻ്റെയും പാപികളുടെയും അവസ്ഥയും കൂടാതെ നീതിമാന്മാരുടെ പ്രതിഫലത്തെക്കുറിച്ചും പറയുന്നു. പാപത്തിൻ്റെയും പാപികളുടെ അവസ്ഥയെന്ന് പറയുന്നത് ചൂള പോലെ കത്തുന്ന ദിവസം വരുമ്പോൾ അഹങ്കാരികളൊക്കെയും താളടിയാം. പാപം ഈ ഭൂമിയിൽ നിന്ന് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ പൂർണ്ണമായി നശിച്ചു പോകും. മറിച്ച് നീതിമാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറയും. എന്താണ് നീതിമാന്മാരുടെ അവസ്ഥ? അവർ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ എന്നേക്കുമായി ദുഷ്ടനെയും ദുഷ്ടദൂതന്മാരെയും പിശാചിനെയും തൻ്റെ ദുഷ്ടദൂതന്മാരെയും തീപ്പൊയ്കയിൽ നശിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സുവാർത്ത. ഈ വൻ പോരാട്ടത്തിൽ ഏറ്റവും വലിയ സത്വാർത്ത എന്ന് പറയുന്നത് പിശാചിനെയും തൻ്റെ ദുഷ്ടദൂതന്മാരെയും എന്നേക്കുമായി തീപ്പൊയ്കയിൽ നശിപ്പിക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഈ വൻ പോരാട്ടത്തിൽ ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. വീണ്ടും യൂദയുടെ പുസ്തകം പറയുന്നത്, സോദോം ഗോമോറയും മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ആ ദൃഷ്ടാന്തമായി കിടക്കുന്ന ഒരു അനുഭവം, പണ്ടത്തെ സോദോം ഗോമോറയുടെ അനുഭവം പോലെ തീയാൽ അഗ്നിയാൽ ഈ ഭൂമിയെ നശിപ്പിക്കുന്ന കാഴ്ച ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് രണ്ട് നിത്യതകൾ നമ്മെ ശേഷിക്കുന്നു, അല്ലേ? ഈ രണ്ട് നിത്യതകളിൽ ഒന്ന് നമ്മെ കാത്തിരിക്കുന്നു. ഈ രണ്ട് നിത്യതകളുള്ളതിൽ ഒന്ന് നമ്മെ കാത്തിരിക്കുന്നു. ഒന്നുകിൽ നിത്യമായ മരണം, ദുഷ്ടന് ലഭിക്കുന്നത് എന്താണ്? നിത്യമായ മരണം. മറിച്ച് ദൈവമക്കൾക്ക് ലഭിക്കുന്നത് നിത്യമായ ഒരു ജീവിതം, ദൈവത്തോടുള്ള നിത്യമായ ജീവിതം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു, അല്ലേ? ദുഷ്ടന്മാരെല്ലാം നശിച്ചു പോകും. സങ്കീർത്തനം 37:20 പറയുന്നത്, സങ്കീർത്തനം 37:20 ദുഷ്ടന്മാരെല്ലാം നശിച്ചു പോകും, അല്ലേ? അവരെല്ലാം തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, രണ്ട് നിത്യതകളിൽ ഒന്ന് നമ്മെ കാത്തിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് നിത്യമായ മരണം, അല്ലെങ്കിൽ നിത്യമായ ജീവിതം. ദൈവമക്കൾക്ക് ഉള്ള പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആ നിത്യമായ ആ ജീവിതം, ആ മഹത്വകരമായ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഓരോ ദൈവമക്കളും ഈ ലോകത്തിൽ സാത്താനെതിരെ പോരാടുന്നതെന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് പറയുന്നത് ഈ വൻ പോരാട്ടം അവസാനിക്കുന്നു, അല്ലേ? സ്വർഗത്തിൽ ആരംഭിച്ചതായ നന്മയും തിന്മയും തമ്മിലുള്ള ഈ വൻ പോരാട്ടം ഭൂമിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ നടക്കുന്ന ഈ വൻ പോരാട്ടം അവസാനിക്കുവാൻ കാലമായി എന്നിവിടെ പറയുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഈ വൻ പോരാട്ടം എന്നേക്കുമായി അവസാനിക്കും. പാപങ്ങളും പാപികളും ഇല്ലാത്തൊരവസ്ഥ ഭൂമി മുഴുവനും
വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പത്മോസിലെ യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ കാണുന്നു. അതുകൊണ്ടാണ് പത്മോസിലെ യോഹന്നാൻ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. മനപ്പാഠവാക്യത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തതെല്ലാം കഴിഞ്ഞു പോയി. സിംഹാസനം ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്യുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഈ വലിയ പോരാട്ടത്തിലാണ് ആത്യന്തികമായുള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പിശാചിനെ തൻ്റെ ദൂതന്മാരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടുകൊണ്ട് കർത്താവിൻ്റെ വലിയ വിജയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രതിസന്ധികൾ പലതും വരും. നമുക്കൊരു വലിയ പ്രതീക്ഷകൾക്കായി നമുക്ക് ഭാവിയെ കാത്തിരിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ, എന്തൊക്കെ കഷ്ടപ്പാടുകൾ കടന്നു വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഒരു നല്ല ദിവസം വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് പറഞ്ഞതുപോലെ, അല്ലേ? ഇംഗ്ലീഷ് കവിയായ ആൽഫ്രഡ് ടെന്നിസൺ പറഞ്ഞതുപോലെ, അതുപോലെ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റായ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നമുക്കും ഒരു നല്ല ഭാവിക്കായി കാത്തിരിക്കാം. ആ മഹത്വകരമായ ആ വലിയ പ്രത്യാശയ്ക്കായി ഓരോ ദിവസവും കാത്തിരിക്കാം. സുബോധത്തോടും നീതിയോടും, ഭക്തികളെല്ലാം വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും കൂടി കർത്താവിനായി ഒരുങ്ങുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. ഈ ഒരു 3 മാസക്കാലം വലിയൊരു വിഷയമാണ് നാം പഠിച്ചത്. അതുകൊണ്ട് ഈ പോരാട്ടം ഇപ്പോൾ ഹൃദയത്തിൽ നടക്കുന്നു. ഈ പോരാട്ടം മറന്നേക്ക് പുറത്തു വരുവാൻ കാലമായി. അതുകൊണ്ട് പുറത്തു വരുന്ന സമയത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി നാം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി സർവായുധവർഗം ധരിച്ചുകൊണ്ട് പോരാടുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കും. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ സ്നേഹത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പാഠങ്ങൾ പഠിക്കുവാനുള്ള ഭാഗ്യം ഒരു 3 മാസക്കാലം നീ ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. വൻ പോരാട്ടം സ്വർഗത്തിൽ ആരംഭിച്ചുവെന്നും ഈ പോരാട്ടം കർത്താവിൻ്റെ വരവിൻ നാളിൽ അവസാനിക്കുമെന്നും ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. പിതാവേ, ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ, പ്രതിസന്ധികളൊക്കെയും കടന്നു വരുമ്പോൾ കർത്താവിന് വേണ്ടി സർവായുധവർഗം ധരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രണ്ടാമത്തെ വരവിൽ പ്രത്യാശയോടുകൂടി കർത്താവെ നോക്കി പാർക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏറെ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, കർത്താവെ കുറ്റങ്ങളുണ്ട്. ഇതൊക്കെയും ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നേരോട് നിൽപ്പാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ച എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് സാക്ഷ്യവും വെളിച്ചവുമായി തീരുവാൻ സഹായിക്കണമേ. നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി പിതാവേ. അതുകൊണ്ട് കർത്താവ് ഈ പോരാട്ടത്തിൽ കർത്താവിന് വേണ്ടി പോരാടിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽപ്പാൻ പ്രതിസന്ധികൾ വെല്ലുവിളികളൊക്കെയും കടന്നു വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഉറപ്പോടുകൂടി പ്രത്യാശ നിൽപ്പാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.